വിവിധ സമരസംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കർഷക സംഘടനകൾ ബന്ദിന് ആഹ്വാനം നൽകിയിരുന്നത്. ഹരിയാനയിൽ പൂർണ്ണമായ രീതിയിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് ബന്ധങ്ങളും വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. UP-യിൽ നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദില്ലിയിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇതുവരെ സമരത്തിൽ അങ്ങനെ അക്രമാസക്തമായ വിവരങ്ങളൊന്നും തന്നെ റിപ്പോർട്ടില്ല. ചില സംഘടനകൾ റെയിൽപാളത്തിൽ കുത്തിയിരുന്ന് ട്രെയിൻ തടയാൻ ചില നീക്കങ്ങൾ നടത്തി. പോലീസ് അവരെ നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ബന്ദിൽ കാര്യമായ ഒരു ചലനമെങ്ങും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും ദില്ലിയുടെ ബോർഡറാണ് നോയിഡ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലാണ് ഈ ശംഭു അതിർത്തിയിലും മറ്റുമാണ് ഈ കർഷകർ തമ്പടിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഈ ഹരിയാന ശംഭു അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ ആഹ്വാനം ചെയ്ത ഈ സമരം വലിയ രീതിയിൽ ഏശിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവർ ആഹ്വാനം ചെയ്ത സമരം തങ്ങൾ കൃഷിയിടത്തിൽ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും വിവിധ സംഘടനകൾ വ്യത്യസ്തമായ രീതിയിലാണിത് ഒരു ആചരിക്കൽ പോലെ കൊണ്ടു നടക്കുന്നത്. ഏതായാലും വിവിധ സ്ഥലങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെങ്ങും ഏശിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ ജാഗ്രതയുണ്ട്. കാരണം ഇത് 1ഉം 2ഉം സംഘടനകളല്ല, അനവധി സംഘടനകളുണ്ട്. ആൾബലമുള്ള സംഘടനയുണ്ട്, ആൾബലമില്ലാത്തതുണ്ട്, വിവിധ ലക്ഷ്യങ്ങളുള്ള സംഘടനയുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് കൃത്യമായ തെളിവ് സഹിതം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.